بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ നേതാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, മാന്യ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, മനുഷ്യ മനസ്സുകളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആത്മാർത്ഥതയുള്ള പ്രഗത്ഭരായ രണ്ടു പ്രവർത്തകരെ, ഹംസ, നൂറുദ്ദീൻ, അല്ലാഹു അവരെ സുഹദാക്കളിൽ പെടുത്തട്ടെ, എന്നീ രണ്ട് പ്രവർത്തകരെ ദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയതിലുള്ള പ്രതിഷേധം അറിയിക്കുകയും നിയമം നടപ്പാക്കേണ്ടുന്ന മാന്യരായ ഉദ്യോഗസ്ഥന്മാരോട് നമുക്ക് പറയാനുള്ള വിഷയങ്ങൾ പരസ്യമായി തന്നെ പറയാനും വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നാം കൊലയാളികളല്ല, കൊലയാളികളെ അനുകൂലിക്കുന്നവരും അല്ല. നാം അക്രമകാരികൾ അല്ല, അക്രമകാരികളെ പിന്തുണക്കുന്നവരും അല്ല. നാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരാണ്. പരിശുദ്ധ ഖുർആനാണ് നമുക്ക് വഴികാട്ടി. വലാ തർക്കനൂ ഇലല്ലദീന ളലമു, അക്രമം ചെയ്യുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഒരിക്കലും ചായാൻ പാടില്ല. അക്രമം ചെയ്യുന്ന ആളുകളെ നിങ്ങൾ സ്നേഹിക്കാൻ പാടില്ല. അക്രമം ചെയ്യുന്നവരെ നിങ്ങൾ സ്നേഹിക്കുകയോ അവരോട് അനുധാവനം ചെയ്യുകയോ അനുകൂലം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫതമസ്സകുമുന്നാർ, അഥവാ അക്രമികളെ നിങ്ങൾ പിന്തുണക്കുന്നുവെങ്കിൽ ഈ ഭൂമിലോകത്തുള്ള എല്ലാ ശിക്ഷകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടാലും നിങ്ങളെ നരകം സ്പർശിക്കുകയും നിങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാവുകയും ചെയ്യും. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങളെ സംരക്ഷിക്കാൻ ആരും ഒരു സ്ഥലത്തും ഉണ്ടാവുകയില്ല. സുമ്മ ലാ തുൻസറൂൻ, അല്ലാഹുവിന്റെ ശിക്ഷയെ തടയപ്പെടുകയും ഇല്ല, നിങ്ങളെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല. പരിശുദ്ധ ഖുർആനിന്റെ ഈ ആശയം അംഗീകരിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. മുസ്ലിം സമുദായം മൊത്തത്തിൽ ജീവിച്ചു വരുന്നതും വരേണ്ടതും അങ്ങനെ തന്നെയാണ്. പരിശുദ്ധ ഇസ്ലാം ഇന്ത്യ രാജ്യത്തേക്ക് വന്നപ്പോൾ ഈ രാജ്യത്തുള്ള മറ്റു മതക്കാർ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സ്വീകരിച്ചതും ആദരിച്ചതും അവർ അക്രമകാരികൾ അല്ല, ശല്യം ചെയ്യുന്നവരല്ല, അവർ സത്യത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും സഹനത്തിന്റെയും വക്താക്കളാണ് എന്ന നിലക്കാണ്. എന്നാൽ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇവിടെ വന്നപ്പോൾ ദാരുണമായി കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരന്മാരുടെ ചെറിയ പിഞ്ചുമക്കൾ, ആ പിഞ്ചുമക്കളെ കാണുന്നതിനു മുമ്പ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു മുമ്പ്
നിങ്ങളെ മുന്നിൽ കയറി നിൽക്കാൻ എന്റെ മനസ്സ് അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ആ ചെറിയ പിഞ്ചുമക്കളെ കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ട അലി ഉസ്താദ് അവറുകളും എന്റെ സ്നേഹിതൻ നമ്മുടെ സംഘടനയുടെ പ്രധാന വക്താവായ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസിയും അവിടെ വരെ ഒന്ന് പോയി ആ ചെറിയ പിഞ്ചുമക്കളെ, ആ കുടുംബത്തെ സമാധാനിപ്പിച്ചതിന് ശേഷം ഈ സദസ്സിലേക്ക് വരണം എന്ന നിലക്ക് അവിടെ വരെ പോയി വന്നതാണ്. ആ ചെറിയ പിഞ്ചുമക്കളെ കണ്ടപ്പോൾ കണ്ണു നനഞ്ഞുപോയി. ആ ചെറിയ പിഞ്ചു പൈതങ്ങൾ എന്തു തെറ്റ് ചെയ്തു? ഞാൻ ചോദിക്കുന്നു, ഈ അക്രമ പ്രവർത്തനം നടത്തുന്നവർ അവർക്ക് മനുഷ്യന്റെ ഹൃദയം തന്നെയല്ലേ ഉള്ളത്? മനുഷ്യ ഹൃദയം ഈ പിഞ്ചുമക്കളെ ഈ രൂപത്തിൽ അനാഥകളാക്കാൻ എങ്ങനെയാണ് അനുമതി നൽകുന്നത്? ഒരു മനുഷ്യന് എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനെ വധിക്കാൻ സാധിക്കുന്നത്? എനിക്കത് ചിന്തിക്കാൻ തന്നെ കഴിയുന്നില്ല. ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ, ഇവിടെ വാസ്തവത്തിൽ സാധാരണക്കാരായ പലരെയും കൊലയാളികളും അക്രമികളുമാക്കി തീർക്കുന്നതിന്റെ പിന്നിൽ ഒരൽപ്പം ദുഷിച്ച പണ്ഡിതന്മാരുടെ സേവനം നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുമ്പോൾ ഞാൻ പണ്ഡിതന്മാരെ ആക്ഷേപിച്ചുവെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പണ്ഡിതന്മാരെ ആക്ഷേപിക്കരുത് എന്ന് പറയുന്നവരും എപ്പോഴും മാന്യത പുലർത്തി മാത്രം സംസാരിക്കണം എന്ന് പറയുന്നവരുമാണ് ഞാൻ എന്ന് എന്റെ പരിചയമുള്ളവർക്കെല്ലാം അറിയാം. ഞങ്ങളെ നേതാക്കൾ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഉസ്താദും താജുൽ മൗലാൽ തങ്ങളും അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അങ്ങനെയുള്ള നേതാക്കളെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ചക്ക കെട്ടുപോയാൽ, എന്റെ ഒരു ഗുരുനാഥൻ പറഞ്ഞ വാക്ക് ഞാൻ ഓർമ്മിക്കുകയാണ്, ചക്ക കെട്ടുപോയാൽ കുറെ ഭാഗങ്ങൾ മുറിച്ചു തിന്നാനുണ്ടാവും. പക്ഷെ മുട്ട കെട്ടുപോയാൽ അത് പിന്നെ വളരെ ദൂരെ കൊണ്ടുപോയി എറിഞ്ഞില്ലെങ്കിൽ അതിന്റെ നാറ്റം വളരെ ശക്തമാണ്. ഇതുപോലെ സാധാരണക്കാർ അവർ ചീത്തയായാൽ അതിന്റെ ഒരു പരിധിയുണ്ടാവും. അതേസമയത്ത് പണ്ഡിതന്മാരും നേതാക്കളും ചീത്തയായാൽ അത് വളരെ അപകടം ചെയ്യും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, രണ്ട് പാവപ്പെട്ട യുവാക്കളെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഇവിടെ ഉണ്ടെന്ന് പറയുന്ന സമസ്തയുടെ പേരിൽ പറയുന്ന ഒരു സംഘടനയും പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന കക്ഷികളും ഉണ്ടല്ലോ, അതിനെതിരെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു വാക്ക് ആ കക്ഷികളുടെ നാവിൽ നിന്നോ കയ്യിൽ നിന്നോ തൂലികയിൽ നിന്നോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും അടങ്ങുന്ന വിഭാഗം ചിന്തിച്ചു നോക്കണം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരാണ് നിർദ്ദേശം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദാരുണമായി ഇവിടെ രണ്ട് വ്യക്തികൾ കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് മഞ്ചേരിയിൽ ഒരു കമ്മിറ്റി യോഗത്തിൽ വെച്ച് നമ്മുടെ ഒരു പ്രവർത്തകനെ അടിച്ചു കൊന്നുകളഞ്ഞിട്ടുണ്ട്. ആ അടിച്ചു കൊന്നുകളഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്കായി മരിച്ചു എന്നാണ് ആ നേതാക്കന്മാര് പറഞ്ഞത്. അദ്ദേഹം അതുവരെ ഹാർട്ട് അറ്റാക്ക് ആകാതെ ആ സമയത്ത് അടിക്കുമ്പോൾ മാത്രം ഹാർട്ട് അറ്റാക്ക് ആയെങ്കിൽ ആ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതിന്റെ കാരണം ഈ അനുയായികളുടെ അടി തന്നെയല്ലേ? അത് ഏത് ബുദ്ധിക്കാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? പക്ഷേ അതിനെ ന്യായീകരിക്കാനല്ലേ പണ്ഡിതന്മാരെന്ന് പറയുന്ന ദുഷിച്ച ഒരു സമൂഹം ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്? ഇത് എത്ര വേദനാജനകമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, രണ്ടാളുകളെ ഇവിടെ കൊല്ലുക മാത്രമാണോ ചെയ്തത്? ഈ അടുത്ത കാലത്തായി ആദർശപരമായി, ആശയപരമായി, സംഘടനാപരമായി ഒരിക്കലും തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനയെയും സംഘടനാ നേതാക്കളെയും സംഘടനാ പ്രവർത്തകരെയും ഒരിക്കലും പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അക്രമങ്ങളിലൂടെ അടിച്ചമർത്താമെന്ന് ഒരു വിഭാഗം കരുതിയിരിക്കുന്നു എന്നാണ് ഈ അടുത്ത കാലത്തുണ്ടായ മുഴുവൻ സംഭവ വികാസങ്ങളും നമ്മെ മനസ്സിലാക്കി തരുന്നത്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു, അക്രമങ്ങളിലൂടെ നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ ലോകത്ത് ഉണ്ടാവുകയില്ലായിരുന്നു. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞിൽ കല്ലുവെച്ച് ഉരുട്ടിയതും സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയെ അവിടുത്തെ ലൈംഗികാവയവത്തിൽ പോലും ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് കുത്തിയേറ്റിയിട്ട്
കൊന്നുകളഞ്ഞതുമൊക്കെ ഈ സമുദായത്തിന്റെ ആദ്യ സന്ദർഭങ്ങളിൽ സഹിച്ചിട്ടുള്ള പ്രയാസങ്ങളാണ്. പക്ഷേ അതിന്റെ പേരിൽ ഈ ഇസ്ലാം ഇവിടെ വളരാതിരുന്നിട്ടില്ല. കാരണം ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും അക്രമത്തെയും അനുകൂലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്രമപ്രവർത്തനങ്ങളുമായി നീങ്ങുന്ന ഏത് സംഘടനക്കാരുണ്ടോ അവർ ഇസ്ലാമിന്റെ പേര് പറയാൻ അവർക്ക് അർഹതയും ഇല്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അവർ ഇസ്ലാമിന്റെ പേര് പറയാൻ പാടില്ല, മുസ്ലിമീങ്ങളെ പേരും ഉപയോഗിക്കാൻ പാടില്ല. ഇസ്ലാം തീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ ആശയം അല്ല. നിങ്ങൾ ചോദിക്കും, നിങ്ങളെ കൂട്ടത്തിൽ എത്ര ആളുകളെ ഞങ്ങൾ കൊന്നുകളഞ്ഞു? ഒരുപക്ഷേ ഈ കൊലയാളികൾക്ക് അങ്ങനെ ചോദിക്കാൻ ഒരു അവസരമുണ്ടാകാം. നമ്മുടെ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ മകൾ കുഞ്ഞുവിനെയും അതുപോലെ കുട്ടിക്കായെയും അബ്ദുൽ ഖാദിറിനെയും അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ കൂട്ടത്തിൽ പലരെയും നേരത്തെ കൊന്നുപോയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴും കൊല നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ അപ്പുറത്തുള്ള ഒരു വ്യക്തിയെയും ഇതിന്റെ പേരിലോ അല്ലാത്തതിന്റെ പേരിലോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും കൈവച്ചിട്ടില്ല, കൊല നടത്തിയിട്ടില്ല. അതിന്റെ കാരണം ഞാനിവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു, ഞങ്ങൾ മുസ്ലിമീങ്ങളായതാണ് അതിന്റെ കാരണം. ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് ഒരു തീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ ആശയം അംഗീകരിക്കുന്നവർ അല്ല, മറിച്ച് സമാധാനത്തിന്റെയും സഹനത്തിന്റെയും വഴി സ്വീകരിക്കുന്നവരാണ്. ആ വഴി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് നിങ്ങളുടെ മുൻഗാമികളായ നേതാക്കളാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനിയിലിരുന്ന് ഫത്ഹുൽ മുഈൻ എഴുതിയിട്ടുണ്ട്. ആ ഫത്ഹുൽ മുഈനിൽ മഹാനവകൾ പഠിപ്പിച്ചതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം. അതെന്താണ്? ഒരു മനുഷ്യനെ കൊല്ലപ്പെട്ടു പോയാൽ ആ കൊല്ലപ്പെടുന്ന സമയത്ത് എങ്ങനെയെങ്കിലും കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അതേ സമയത്ത് കൊല നടന്നുപോയാൽ ഫത്ഹുൽ മുഈനിൽ പറയുന്നു, സ്വന്തം പിതാവിനെ തന്നെ കൊല ചെയ്യപ്പെട്ടു, ആ കൊന്നത് ഇന്ന വ്യക്തികളാണെന്ന് മക്കൾക്ക് നേരിൽ കാണാനും സാധിച്ചു, പക്ഷേ തടുക്കാൻ കഴിഞ്ഞില്ല. കൊന്നവരെ ശരിക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ പോലും ഈ കൊന്ന വ്യക്തികളെ ഈ മക്കൾക്ക് പോയി കൊന്ന വ്യക്തിയെ പകരം നേരിൽ കൊല്ലാൻ അവകാശം ഇല്ല, പാടില്ല. അത് നിയമം കയ്യിലെടുക്കലാണ്. മറിച്ച് ആ കൊല ചെയ്യപ്പെട്ടുപോയ മനുഷ്യന്റെ കൊലയെ സംബന്ധിച്ച് ഇത് നേരിൽ കണ്ടവർ അല്ലെങ്കിൽ പരാതിയുള്ള മക്കൾ കോടതിയിൽ കേസ് കൊടുക്കണം, പറയേണ്ട സ്ഥലത്ത് പരാതി പറയണം. എന്നിട്ട് കേസ് അന്വേഷണം നടത്തി സാക്ഷി വിസ്താരം നടത്തി തെളിഞ്ഞാൽ കോടതി അവരെ കൊല്ലാൻ വേണ്ടി വിധിച്ചതിന് ശേഷം കൊല്ലുകയെന്നല്ലാതെ ഒരിക്കലും നിയമം കയ്യിലെടുത്ത് ഞങ്ങളെ ബാപ്പയെ കൊന്നവനാണ് ഞാൻ പകരം കൊല്ലും എന്ന നിലക്ക് ഒരു ശരിയായ നിയമവ്യവസ്ഥയുള്ള നാട്ടിൽ ഒരു വ്യക്തിക്ക് പകരം കൊല്ലാൻ പാടില്ലെന്ന് ഫത്ഹുൽ മുഈനിൽ മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളത് ഓതി പഠിച്ചവരും ഞങ്ങൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇസ്ലാമിന്റെ ആദർശം മുറുകെ പിടിക്കുന്നവരാണ്. അതുകൊണ്ടാണ് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ പിന്നിൽ അണിനിരക്കുന്ന സംഘടനാ പ്രവർത്തകന്മാർ അവർക്ക് കൈയില്ലാത്തത് കൊണ്ടല്ല, ആയുധം കിട്ടാത്തത് കൊണ്ടല്ല, അവർക്ക് അംഗബലം ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല, ഞങ്ങളുടെ മതം അത് അംഗീകരിക്കുന്നില്ല എന്നതാണ്. ഞങ്ങൾ അതേ നിലക്ക് അതിന് പകരം ചെയ്യാതിരിക്കുന്നത് അത് ഞങ്ങളുടെ മാന്യതയും ഞങ്ങളുടെ വിശ്വാസവുമാണ് എന്ന് ഈ രാജ്യത്തുള്ള ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം. അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഞങ്ങളിവിടെ അറുത്ത് തറിച്ച് മുറിച്ചു പോയാലും ഞങ്ങളെ വിശ്വാസത്തിൽ നിന്ന് ഒരണുവളവ് ഞങ്ങളെ തെറ്റിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നു, ഈ ലോകത്തെ വിശ്വാസം, ഈ ലോകത്തുള്ള ജീവിതം അത് നശിച്ചു പോകുന്നതാണ്. അതേസമയത്ത് യഥാർത്ഥ ജീവിതം മരണശേഷമാണ്. ആ ജീവിതത്തിന് നഷ്ടം വരുന്ന കാര്യമാണ് തീവ്രവാദവും ഭീകരവാദവും അക്രമ പ്രവർത്തനങ്ങളും. അതുകൊണ്ട് തന്നെ അതിന് ഞങ്ങൾ കിട്ടുകയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാരോട് വിനയത്തോടെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് പകരം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടുള്ള ഭീരുത്വത്തിന്റെ വാക്കാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. മറിച്ച് ഞങ്ങൾ ന്യായമായ അവകാശം പറയുകയാണ്. ഇത് ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യ രാജ്യത്ത് ഏത് വിശ്വാസവും വിശ്വസിക്കാനും ഒരു വിശ്വാസവും ഇല്ലാതെ ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്നത്. ആ ഭരണഘടന പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ഒന്നുകൂടി ഞാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണമെന്ന് ഇവിടെ ഒരു കൂട്ടര് ഒരു കാലത്ത് പറഞ്ഞിരുന്നു. അവർ പറഞ്ഞത് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയമാണ്.
പള്ളിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരും ഏറ്റവും കൂടുതൽ പള്ളി നിർമ്മിക്കുന്നവരും ഞങ്ങളും ഞങ്ങളുടെ നേതാക്കളുമാണെന്നതിൽ ആർക്കും സംശയം ഇല്ല. അതേസമയത്ത് പള്ളിക്കെതിരെ കോഴിക്കോട്ടങ്ങാടിയിൽ വലിയ പ്രകടനം നടത്തി ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ, എന്തിനധികം പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ ശക്തമായി പ്രസംഗിച്ച ടീമാണ് അപ്പുറത്തുള്ളത്. പള്ളിക്കെതിരെ പ്രകടനം നടത്തുക, ഭരണാധികാരിക്കെതിരെ പ്രസംഗിക്കുക, അത് ചെയ്തവരാണ് അപ്പുറത്തുള്ളത്. ഞാനിത് പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. പള്ളി ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും നിർമ്മിക്കുന്നതും ഞങ്ങളാണ്. പക്ഷേ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണമെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനം ഈ രാജ്യക്കാരായ ഞങ്ങൾ ബഹിഷ്കരിക്കുകയില്ല എന്ന് പറയാൻ, നെഞ്ഞോക്കൂടെ പറയാൻ ഒരേ ഒരു പണ്ഡിതൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് മഹാനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ഈ രാജ്യത്തെയും രാജ്യത്തിന്റെ വ്യവസ്ഥകളെയും ആ രൂപത്തിൽ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ അണിനിരന്ന ഞങ്ങളുടെ മാനസികമായ വികാരം ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളും ഈ രാജ്യത്തുള്ള പൗരന്മാരും ഈ രാജ്യത്തുള്ള ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കണം. ഇവിടെ അക്രമപ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു സമൂഹത്തെ അടിച്ചമർത്താൻ ഒരു വിഭാഗം പരിശ്രമിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. പൂർണ്ണമായും അതിനാവശ്യമായ എല്ലാ അന്വേഷണങ്ങളും നടത്തി കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിച്ചില്ലെങ്കിൽ ഈ രാജ്യത്തൊരിക്കലും സമാധാനമുണ്ടാക്കാൻ സാധ്യമല്ല. അതിന്റെ ദോഷവും പ്രയാസവും ഞങ്ങൾ മാത്രം അനുഭവിക്കുന്ന ഒരു വിഷയം അല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ പവിത്രതയും ഈ രാജ്യത്തിന്റെ നന്മയും നശിച്ചു പോകും എന്നത് ഇവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കും. ഞങ്ങളൊരിക്കലും ഉദ്യോഗസ്ഥന്മാരെ ചീത്ത പറയുന്നവരോ ഉദ്യോഗസ്ഥന്മാരെ നിസ്സാരപ്പെടുത്തുന്നവരോ അവരോട് തട്ടിക്കയറുന്നവരോ അല്ല. ഞങ്ങളത് പഠിച്ചിട്ടില്ല. ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് ജീവിക്കാൻ മാത്രമാണ് ഞങ്ങളെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചത്. ഞങ്ങളുടെ നിയമവ്യവസ്ഥയായ ഇസ്ലാം സുന്നത്ത് ജമാഅത്തും അതാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ സമയത്ത് ഉണർത്തുകയാണ്, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യം അല്ല. എത്രയെത്ര സ്ഥലങ്ങളിലാണ് ഇവർ എന്തെല്ലാം അക്രമങ്ങളാണ് ഈ അടുത്ത കാലത്ത് കഴിച്ചുവിട്ടത് എന്ന് മാത്രം അല്ല, ഇവരുടെ ഒരു സ്വഭാവം ഞാൻ സൂചിപ്പിക്കട്ടെ. സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തുൽ ബഖറ അൽ ബഖറ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പശു എന്നാണ്. എന്താണ് ആ പശുവിനെ പരാമർശിക്കാൻ കാരണം? കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാം കൽപ്പിച്ചു. അത് കൽപ്പിക്കാൻ എന്തായിരുന്നു കാരണം? ഒരു കൂട്ടര് അവരുടെ ബാപ്പയുടെ സഹോദരനെ ദാരുണമായി കൊന്നുകളഞ്ഞു. കൊന്നതിന് ശേഷം കൊന്ന കക്ഷികൾ തന്നെ പുറത്തിറങ്ങിയിട്ട് ഞങ്ങളെ എളാപ്പാനെ കൊന്നുപോയി എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. ഇതുപോലെ ഓണപ്പറമ്പിൽ നടന്നതുപോലെ. ഓണപ്പറമ്പ് എന്നൊരു സ്ഥലമുണ്ട്, അത് കണ്ണൂർ ജില്ലയിലാണ്. അവിടെ എന്താ ചെയ്തത്? ഇസ്ലാമിൽ വിശ്വാസമില്ലാത്ത ഈ കക്ഷികൾ, ഈ കൊലയാളികളുടെ കമ്പനി അവരെന്ത് ചെയ്തു? ഞങ്ങൾ നിർമ്മിച്ച ഒരു പള്ളി അടിച്ച് തകർത്തുകൾ. അതിന്റെ പുറമെ ഞങ്ങളെ മദ്രസ തകർത്തുകൾ. മദ്രസയും പള്ളിയും തകർത്ത് ബിജെപിക്കാരല്ല, കമ്മ്യൂണിസ്റ്റുകാരല്ല, RSSകാരല്ല, മുസ്ലിം നാമധാരികളായ ഈ പാർട്ടിയാണ് അത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കും. പള്ളിയും മദ്രസയും അടിച്ചു തകർത്തുകൾ. ഞങ്ങൾ അതിന്റെ പേരിൽ എന്തു ചെയ്തു? ഞങ്ങൾ പകരം ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. ഞങ്ങൾ ഇവിടുത്തെ നിയമപാലകന്മാരുടെ മുമ്പിൽ ഞങ്ങൾ കേസ് സമർപ്പിച്ചു. ഇവിടെ പറയേണ്ടവരോട് ഞങ്ങളത് പറഞ്ഞു, സമാധാനപരമായ രൂപത്തിൽ ഞങ്ങളത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടെ നിയമപാലകന്മാർ ആരാണ് ആ പണി ചെയ്തത് എന്ന് മനസ്സിലാക്കി ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഇവരെ നേതാക്കന്മാർ കണ്ണൂരിൽ പോയി പ്രസംഗിച്ചത് എന്താണ്? പ്രസംഗിച്ചത് ഈ രാജ്യം, ഈ നാട് ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ കൈവെട്ടിക്കളിയും എന്നാണ് അവർ പ്രസംഗിച്ചത്. നിങ്ങൾ ആലോചിക്കണം. അതായത് പോലീസുകാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ച് പ്രവർത്തിക്കുമ്പോൾ മന്ത്രിയുടെ കൈവെട്ടും എന്ന് പ്രസംഗിക്കാൻ മാത്രം നീചമായ ഒരു വർഗം സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഇവിടെ നിലനിൽക്കുന്നത് ലജ്ജാവഹമാണ്. ഇത് ഞങ്ങൾക്ക് ലജ്ജയുള്ള ഒരു വിഷയമാണ്. ഞാൻ വളരെ വേദനയോടുകൂടി പറയുകയാണ്. അങ്ങനെ മന്ത്രിയുടെ കൈവെട്ടും എന്ന് പ്രസംഗിച്ചു. ഈ രൂപത്തിൽ ഒരു തീവ്രവാദ വിഭാഗത്തെ ഇവിടെ അനുവദിച്ചാൽ ഈ രാജ്യം നിലനിൽക്കുമോ ഇല്ലേ എന്ന് നിങ്ങൾ ശരിക്കും ആലോചിക്കണം എന്ന് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ടെന്താ ചെയ്തത്? അതുകൊണ്ട് അവർ മതിയാക്കിയോ? അവർ മതിയാക്കിയില്ല. അവർ ചെയ്തത് നമ്മളുടെ പേരിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് എളാപ്പാനെ കൊന്നിട്ട് ഞങ്ങൾ എളാപ്പാനെ കൊന്നുപോയി എന്ന് പറഞ്ഞ് ബഹളം വെച്ച ആ കമ്പനിയുടെ കൂട്ടാളികള് അവരെന്താ ചെയ്തത്? അവരുടെ ഒരു മദ്രസ, ആ മദ്രസയിലെ
അവരുടെ പട്ടിക, അതുപോലെ അത് കലണ്ടർ കൊടുക്കുകയാണ്. കലണ്ടർ കിട്ടുമ്പോൾ എല്ലാവരും വാങ്ങിച്ചോളി. അതുപോലെ CD കിട്ടുമ്പോൾ വാങ്ങിച്ചോളി. സുന്നത്തി ജമാഅത്തിന്റെ CD കലണ്ടറൊക്കെ വാങ്ങിച്ചോ. ചായക്കോട്ട് ശ്രദ്ധ തിരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ശരിക്കും ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? സ്വന്തം പിതൃ സഹോദരനെ കൊന്നിട്ട് ഞങ്ങളുടെ പിതൃ സഹോദരനെ കൊന്നുപോയി എന്ന് ബഹളം വെക്കാൻ ഒരു കൂട്ടര്. അപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പശുവിനെ അറുക്കാൻ പറയുകയും ആ പശുവിനെ അറുത്ത് അതിന്റെ കഷ്ണം കൊണ്ട് മയ്യത്തിനെ അടിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. അടിച്ചപ്പോൾ ആ മയ്യത്ത് എഴുന്നേറ്റ് നിന്ന് എന്നെ കൊന്നത് ഇന്നവരുമാണ് എന്ന് വ്യക്തമായി അങ്ങ് തെളിയിച്ചു കൊടുത്തപ്പോൾ, പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ ആളുകൾ അന്തം വിട്ടുപോയി. കൊന്നവര് തന്നെയാണ് കൊന്നുപോയി എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ടുള്ളത്. ഇത് തന്നെയല്ലേ ഈ കൂട്ടര് ഓണപ്പറമ്പിലും ചെയ്തത്? കണ്ണൂർ ഓണപ്പറമ്പിൽ മദ്രസ അഗ്നിക്കിരയാൻ. ഏത് മദ്രസ? സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഞങ്ങളെ ഉപ്പാപ്പമാര് നിർമ്മിച്ച മദ്രസ. നിങ്ങളെ തറവാട്ടുകളുടെ മദ്രസ അല്ലത്, അത് ഞങ്ങളെ ഉപ്പാപ്പമാര് നിർമ്മിച്ച മദ്രസ. പറഞ്ഞിങ്ങനെ നടക്കും. 10,000 മദ്രസ ഉണ്ട് ഞങ്ങൾക്ക്. ഒരൊറ്റ മദ്രസയില്ല. ഞങ്ങളുടെ കൂടി കൂറാണ് മുഴുവൻ മദ്രസകളും. ഞങ്ങളുടെ കൂടിയാണ്. ഞങ്ങൾക്ക് 10,000 മദ്രസയുണ്ട്. അത് ഞങ്ങൾ സ്വന്തം. മറ്റത് മുഴുവൻ ഞങ്ങൾക്ക് കൂറാൻ. ഞങ്ങൾക്ക് സ്വന്തമായി എവിടെ മദ്രസ, സ്വന്തമായി എവിടെ പള്ളി? അതൊക്കെ ഞാൻ നാദാപുരത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ CD നമുക്ക് കേൾക്കാം. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഞങ്ങളെ ഉപ്പാപ്പമാരും ഞങ്ങളെ ഉമ്മാമ്മമാരും കാതിലത് കൊടുത്തിട്ട് കഴുത്തിലത് കൊടുത്തിട്ടുണ്ടാക്കിയ മദ്രസ. ആ മദ്രസയിൽ ഇവരെ കുറച്ച് ഹാജർ പട്ടികയുണ്ട്. ആ പട്ടികകൾ എടുത്ത് മാറ്റിവെച്ചു. എന്നിട്ടോ അള്ളാന്റെ പരിശുദ്ധ ഖുർആനുണ്ട്, അത് കത്തട്ടെ എന്ന് മനസ്സിലാക്കി. എന്നിട്ട് ഖുർആൻ അടക്കം വെച്ചിട്ട് മദ്രസക്ക് തീ കൊടുത്തു. തീ കൊടുത്തിട്ട് മദ്രസ കത്തിച്ചു. എന്തിന്? ഏപ്പിക്കാര് കത്തിച്ചു എന്ന് പറയാൻ. പിറ്റേ ദിവസം ഇതാ ചന്ദ്രികയിൽ വാർത്ത. 2013 ഒക്ടോബർ 19 ചന്ദ്രികയിൽ ഫോട്ടോ അടക്കം. കണ്ണൂർ ഓണപ്പറമ്പിൽ മദ്രസ അഗ്നിക്കിരയാക്കി. അത് ചന്ദ്രിക ഒരു റിപ്പോർട്ട് കൊടുത്തതാണ്. പക്ഷേ അതിന്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് കാണാം, AP വിഭാഗം നേതാക്കൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് മദ്രസയ്ക്കെതിരെയുള്ള അക്രമമെന്ന് കാണിച്ച് മദ്രസാ ഭാരവാഹികൾ പഴയങ്ങാടി പോലീസിൽ പരാതി നൽകി. പോലീസ് ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. പോലീസുകാർക്ക് പരാതി കിട്ടിയാൽ അവർ തെളിവെടുപ്പ് നടത്താൻ ഞങ്ങൾക്ക് സന്തോഷമാണ്. അങ്ങനെ തെളിവെടുപ്പ് നടത്തിയിട്ട് എന്തുണ്ടായി? അതാണ് പിന്നെ നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നത്. ഓണപ്പറമ്പ് മദ്രസ തീവെപ്പ്, ഒരാൾ അറസ്റ്റിലായത് EK സുന്നി പ്രവർത്തകൻ. എങ്ങനെയുണ്ട്? സൂറത്തുൽ ബഖറ ഓതിയില്ലേ ഈ മുസ്ലിംമാര്? സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പഠിപ്പിച്ചത് ഇത്തരം ആളുകളെ തെളിവ് സഹിതം തൊണ്ടിയോടെ പിടിക്കുന്നല്ലേ സൂറത്തുൽ ബഖറ പഠിപ്പിച്ചത്. അവിടെ കൊന്നവൻ തന്നെയല്ലേ രംഗത്ത് വന്നിട്ട് കൊന്നുപോയി എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും സത്യത്തെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനാ. അവിടെയും അല്ലാഹു സത്യത്തെ വെളിച്ചത്ത് കൊണ്ടുവന്നു. ഇതുപോലെ കണ്ണൂർ ജില്ലയിൽ തന്നെ നിങ്ങൾ വായിച്ചു കാണും. സുഹൃത്തുക്കളെ, പറയാൻ ഇവിടെ സമയം ഇല്ല. സുബ്ഹാനല്ലാഹ്, കണ്ണൂർ ജില്ലയിൽ തന്നെ സ്ഥലത്ത് എനിക്ക് നന്നായി അറിയാം. അവിടെ ആ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലിടക്ക് നമ്മളെ എത്ര അക്രമങ്ങളാണ് ആ പൊയിലൂരിൽ വിഭാഗം നടത്തിയത്. കഴിഞ്ഞ വേനൽ സമയത്ത് വലിയൊരു വണ്ടി നിറയെ വെള്ളം ടാങ്കിയിലാക്കിയിട്ട് മുസ്ലിമേക്കും അമുസ്ലിമേക്കും വിതരണം ചെയ്യാണ് SOS പ്രവർത്തകർ. അപ്പൊ ആ വണ്ടി അടിച്ച് തകർക്കാൻ വന്നില്ലേ ഈ കൂട്ടര്? ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുമ്പോ അവിടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ല, പാർട്ടി വ്യത്യാസമില്ല, കക്ഷി വ്യത്യാസമില്ല, എല്ലാവർക്കും വെള്ളം കൊടുക്കുകയാണ്. ആ വെള്ളം കൊടുക്കുമ്പോ ആ വണ്ടി അടിച്ച് തകർക്കാൻ വന്നില്ലേ പൊയിലൂരിൽ? അവിടെയുള്ള SOS പ്രവർത്തകരെ ബോംബ് വെച്ച് കൊല്ലാൻ വേണ്ടി എത്തിയിട്ട് പൊട്ടിത്തെറിച്ചില്ലേ? എന്തെങ്കിലും ബാക്കിയുണ്ടോ ശരീരത്തിൽ? മുഴുവനും നശിച്ചില്ലേ ബോംബ് പൊട്ടിയിട്ട്? ബോംബ് പൊട്ടിയപ്പോ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോ പൊട്ടിയത്. കാരണം അല്ലാഹു അറിയാത്തൊരു രഹസ്യമുണ്ടോ? അത് പിന്നെ അന്വേഷണം നടത്തി നോക്കുമ്പോഴോ അതും AP സുന്നികൾക്കെതിരെ നേരിടാൻ വേണ്ടി മറ്റേ കക്ഷികൾ ഉണ്ടാക്കിയതാണ് എന്നല്ലേ പോലീസുകാർ പറഞ്ഞ. എന്റെ പത്രമുണ്ടൊക്കെ വായിക്കാൻ ഇവിടെ സമയമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രൂപത്തിൽ അക്രമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു കൂട്ടര് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അതിലിടയ്ക്ക് എനിക്ക് സന്തോഷമുള്ളൊരു വാർത്ത ഞാൻ വായിച്ചു. ഈ അക്രമങ്ങൾ ഇങ്ങനെ നടത്തുമ്പോൾ ചന്ദ്രിക 2013 ഒക്ടോബർ 21 ചന്ദ്രിക, അതിലെ ചന്ദ്രികയിലെ അക്രമികളെ പിടികൂടണം SKSSF. നല്ല സന്തോഷമുള്ളൊരു വാർത്ത. കാരണം അതിൽ ഞാൻ പോലീസുകാർക്ക് പ്രത്യേക അഭിനന്ദനം പറയും. നിങ്ങൾ അത്തരത്തിലുള്ളത് ആര് പറഞ്ഞാലും സ്വീകരിക്കണം. അക്രമികളെ പിടികൂടണം, എന്നിട്ട് അത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഞാനതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യും. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, ഇതുകൊണ്ട് തീർന്നോ? എന്റെ നാട്ടിന്റെ അടുത്ത് ഇതൊക്കെ ഓരോ പത്രങ്ങൾ
മനോരമ, ചന്ദ്രിക, കേരള കൗമുദി, ദേശാഭിമാനി, സർവ്വ പത്രങ്ങളും എന്റെ അടുത്ത് കയ്യിലുണ്ട്. ഇവിടെ സമയമില്ല. കെട്ടില മദ്രസ തീവെപ്പ്, EK വിഭാഗം പ്രവർത്തകൻ അറസ്റ്റിൽ, കേരള കൗമുദി. ഇങ്ങനെയല്ലേ ഓരോ പത്രങ്ങളും പറയുന്നത്? അങ്ങനെ മദ്രസ കത്തിച്ചു. മദ്രസ സ്വന്തം മദ്രസ മാത്രമാണോ കത്തിച്ചത്? ഇവരുടെ ഒരു പട്ടിക, അവരുടെ കുട്ടികളുടെ പേര് വിവരമുള്ള പട്ടിക, ആ പട്ടികയുടെ ഒരു ബഹുമാനം അള്ളാന്റെ ഖുർആന് കാണിച്ചില്ലല്ലോ ഈ വർഗം. ഖുർആൻ അടക്കല്ലേ കത്തിച്ചത്? പട്ടിക നഷ്ടപ്പെട്ടു പോകുന്നതിന്, ഒപ്പുപട്ടിക നഷ്ടപ്പെടുന്നതിന് എത്ര ഭയമാണ് അവർക്ക്. അത് കൊണ്ടുപോയി വേറെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ആ സെൽഫ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടല്ലേ ഈ ഇതിന് തീ കൊടുത്തത്, ഖുർആന് തീ കൊടുത്തത്? ഇത്രയും എങ്ങനെ ഈ വർഗം അധപ്പതിച്ചു പോയത്? ആരാണ് ഈ ചെറുപ്പക്കാരെ ഇതിലേക്ക് വലിച്ചിറക്കിയത് എന്നാണ് മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ മുഴുവൻ ആളുകളും ചിന്തിക്കേണ്ടത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാര് ചിന്തിക്കണം. ഇതുകൊണ്ട് തീർന്നോ? സുബ്ഹാനല്ലാഹ്. ഇവരുടെ ഒരു മുസ്ലിയാർ, ആ മുസ്ലിയാർ ഒരു ദിവസം പോയി കടലിൽ വീണങ്ങ് മരിച്ചു. ഞാൻ പറയുമ്പോ ഞാനൊരു സന്തോഷിക്കാനെന്ന് വിചാരിക്കരുത്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ മരിച്ച വീട്ടിൽ പോയി മയ്യത്തിന്റെ അടുക്കൽ പോയി നിന്ന് അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തവനാണ് ഞാനതിൽ സന്തോഷിക്കുന്നവനല്ല. ഒരാൾ മരിച്ചാലും അതിൽ സന്തോഷിക്കുന്നത് നമ്മുടെ നയം അല്ല. കടലിൽ വീണ് ഒരു മുസ്ലിയാർ മരിച്ചു. ആ മുസ്ലിയാർ മരിച്ചപ്പോൾ ഞങ്ങളൊക്കെ അവിടെ പോയി സമാധാനിപ്പിച്ചു. പക്ഷേ പിറ്റേ ദിവസം പത്രത്തിൽ എന്താ കൊടുത്തത്? EAPക്കാർ കൊന്നതാണ് എന്നല്ലേ ഇവർ കൊടുത്തത്. EAPക്കാർ കൊന്നതാണ് എന്ന് ഇവർ പറഞ്ഞില്ലേ, യാതൊരു മടിയും ഇല്ലാതെ. കാസർഗോഡ് പോയി പ്രസംഗിച്ച് ഞാൻ CD ഇറക്കേണ്ടി വന്നു. ഒരിക്കലും തന്നെ അദ്ദേഹത്തെ കൊന്നു എന്ന് ഒരാളും പറയരുത്. കാരണം അങ്ങനെ ഒരാളുടെ പേരിൽ ആരോപണം പറയരുത്. അതേപോലെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നും പറയരുത് എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട്? നമ്മൾ കാണാത്ത ഒരു കാര്യം നമ്മൾ പറയാൻ പാടില്ല. നമുക്ക് ഖുർആനിന്റെ നിർദ്ദേശമാണ്, നമുക്ക് ഇസ്ലാം ദീനാണ്, അല്ലാതെ സംഘടനാ സങ്കുചിതത്വം അല്ല. സംഘടനാ സങ്കുചിതത്വമുള്ളവർ ഞങ്ങളുടെ സംഘടനയിൽ മെമ്പറാകാൻ പറ്റുകയും ഇല്ല. ഞങ്ങളുടെ സംഘടന ഇസ്ലാം അനുശാസിക്കുന്ന ആശയം. അതെന്താണ്? ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്ക് അറിയാത്തത് നീ പറയാൻ പാടില്ല. നമ്മൾ കടലിൽ അദ്ദേഹം തുള്ളുന്നതും കണ്ടിട്ടില്ല, അയാളെ കൊല്ലുന്നതും കണ്ടിട്ടില്ല. അതുകൊണ്ട് രണ്ടും പറയാൻ പാടില്ല. പിന്നെ അതിന്റെ അന്വേഷണം നടത്തേണ്ടത് ആരാണ്? അതിവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷെ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രഥമ ദൃഷ്ട്യാ തന്നെ പറഞ്ഞു ഇതൊരു കൊലയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്ത് പറഞ്ഞു? ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അതൊക്കെ കാന്തപുരത്തിന്റെ കയ്യിലാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്ക്. എന്താ ഇവരുടെ ഭാഷ? എന്താ? കാന്തപുരം ഒന്നിനും പറ്റാത്ത ആളാണ്. ഒന്നിനും പറ്റാത്ത ആളെ കയ്യിൽ എങ്ങനെ പോലീസുകാരൊക്കെ ഉണ്ടാകുക? നിങ്ങളൊന്ന് ആലോചിച്ചു. ഇവർക്കെന്താ രോഗം എന്നത് നിങ്ങൾ ആലോചിക്കേണ്ടതല്ലേ? ഇരിക്കട്ടെ, അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം പോരാ, CBI അന്വേഷണം വേണം എന്ന് ഇവർ വാശി പിടിച്ചു. നമുക്ക് വളരെ സന്തോഷമായി. കാരണം CBI തന്നെയാണ് അന്വേഷിക്കേണ്ടത് എന്ന് നമ്മളും പറഞ്ഞു. അങ്ങനെ അന്വേഷണം നടന്നപ്പോൾ പിന്നെ എന്താണ് വാർത്ത വന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതുണ്ടോ? ഇതാ അദ്ദേഹത്തിന്റെ ഫോട്ടോ അടക്കം മാധ്യമം. ചെമ്പിരിക്ക ഖാദി ആത്മഹത്യ ചെയ്തതാണെന്ന് CBI റിപ്പോർട്ട് വരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ്. മനോരമ പറയുന്നു ആത്മഹത്യ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് അവരെ സമസ്തന്റെ വൈസ് പ്രസിഡന്റാണ് പോലും. അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന മുസ്ലിയാർ. ഞാനിത് പറഞ്ഞു വരുന്നത്, എന്നിട്ട് CBI പറയുന്നു ആത്മഹത്യയാണ്. അതേസമയത്ത് ഒരു മടിയും കൂടാതെ ആരോപണം ഞങ്ങളെ നേതാക്കന്മാരുടെയും ഞങ്ങളുടെയും പേരിൽ വെച്ച് കെട്ടാൻ ഇവർക്ക് വല്ല മടിയും ഉണ്ടായോ? ഈ ഒരു വിഭാഗമല്ലേ സർവ്വ മഹല്ലുകളിലും കുഴപ്പമുണ്ടാക്കുന്നത്? ഇവരല്ലേ ഇവിടെ അക്രമപ്രവർത്തനം ഉണ്ടാക്കുന്നത്? ഞാൻ നാദാപുരത്ത് വെച്ച് കേൾപ്പിച്ചു. കേൾക്കേണ്ട ദിക്റ എന്ത്? എന്റെ നാട്ടിന്റെ അടുത്ത് അവരെ പോസ്റ്റർ ഒട്ടിച്ചു. അതൊക്കെ വലിയ സംഭവമാണ്, സമയം ഇപ്പൊ പറയാൻ. അവിടെ ഒരു പുതിയ പള്ളി നിർമ്മിച്ചു. നമ്മൾ ആൾക്കാരൊക്കെ സഹായം കൊടുത്തു. ഉദ്ഘാടനം ചെയ്യാൻ നോക്കുമ്പോ ആരോ പറഞ്ഞു നമ്മളെ കൂട്ടുന്ന ഒരു മുസ്ലിയാരെ വിളിക്കണമെന്ന്. ആ നാട്ടുകാരെ മുസ്ലിയാരുണ്ട്, റാഷിദ് ബുഖാരി, അയാളെങ്കിലും വിളിക്കണം. ഒരാളെയും വിളിക്കൂലാറ്. എന്നിട്ടോ ഇവര് മാത്രം ഉദ്ഘാടനം നടത്തി. എന്നോട് വന്നിട്ട് ആ നാട്ടുകാർ ചോദിച്ചു ഞങ്ങളെന്താ വേണ്ടത്? നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ. ഞാൻ പള്ളി ഉദ്ഘാടനമല്ലേ, നിങ്ങളൊക്കെ പൊയ്ക്കളി, അത് അള്ളാന്റെ വീടല്ലേ, ആരും ഉദ്ഘാടനം ചെയ്താൽ പൊയ്ക്കൊള്ളി. അവര് പോയി സഹകരിച്ചു. അന്ന് വൈകുന്നേരം തന്നെ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവരെ തല്ലി. ചെയ്ത സമ്മാനം ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെയും തല്ലൊന്നും തീർന്നില്ല. അവസാനം പിന്നെന്താ ചെയ്തത്? നമ്മളെ പോസ്റ്റർ പറിക്കല്. അതുകൊണ്ട് തീർന്നില്ല. പിന്നെ ഒരു ദിവസം അവരെ പോസ്റ്റർ പറിച്ചിട്ട് നമ്മൾ ആൾക്കാരാണെന്ന് പറഞ്ഞ ഒരൊറ്റ മുദ്രാവാക്യം. എന്നെയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. എന്നെ വിളിച്ച ഭാഷ അത് എന്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ അത് ക്ലിപ്പാവും. ഇപ്പോഴത്തെ കാലം അങ്ങനെ. അതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പുറം കട്ടിട്ട് ക്ലിപ്പാക്കുന്ന കാലമാണ്. അതുകൊണ്ട് പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്റെ താടി അടക്കം പറഞ്ഞുകൊണ്ട് ഇവർ പ്രസംഗിച്ചു. അവര് മുദ്രാവാക്യം. അതുകൊണ്ട് തീർന്നോ? പിന്നെ വിളിച്ചത് പച്ച മലയാളത്തിൽ കൽബിന്റെ മോനേനാ.
പിന്നെ വിളിച്ച് ഹരിജനങ്ങളെ കൂട്ടത്തിലുള്ള ഒരു വിഭാഗത്തിനെ കൂട്ടിച്ചേർത്തിട്ട് അവരെ മോനേന്നാ ഞാൻ നാദാവറ്റ സീഡിയിൽ കേൾപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ രൂപത്തിൽ വെല്ലുവിളിച്ചിട്ട് കൊലവിളി നടത്തി നാദാപുരം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ അവർ പറയും, അവർ നിഷ്പക്ഷമായി തന്നെ പറയും. ഞാൻ പറയുന്നത് പിന്നെയോ പിടിച്ചു നോക്കുമ്പോഴോ പിടിച്ചു പോകും പോസ്റ്റർ പറിച്ചു അവരെന്നെ, പോസ്റ്റർ പറിച്ചുകാരെന്നെ. ഈ നിലക്ക് ഈ രാജ്യത്തുള്ള സമാധാനാന്തരീക്ഷം തകർക്കാൻ ഈ വിഭാഗം ഇറങ്ങിയിട്ട് കാലം എത്രയായി? അതുകൊണ്ട് എനിക്കിവിടെ പറയാനുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു, നിയമപാലകന്മാരോട് പറയുന്നു, ഞങ്ങൾ സമാധാനകാംക്ഷികളാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഞങ്ങളുടെ ക്ഷമ പരിശോധിക്കുന്നതിന് പകരം ഇവിടെ 2 ഞങ്ങളെ പ്രവർത്തകന്മാരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിലാരെല്ലാം ഭാഗമാക്കാണോ അതിന് കത്തിയുമെടുത്ത് വന്നവരെ മാത്രമല്ല, അതാരാണ് ആസൂത്രണം ചെയ്തത്, ആരാണ് ഗൂഢാലോചന നടത്തിയത്, ആരാണ് പിന്തുണച്ചത്, ഇന്നും അവർക്ക് വേണ്ടി ആരാണ് സംസാരിക്കുന്നത്, അവരെ മുഴുവനും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നേ പറ്റൂ. അതിൽ യാതൊരു സംശയവും ഇല്ല. ഇതില്ലെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു പ്രകടനം നടത്തിയതാണ്. വലിയ വലിയ പ്രക്ഷോഭങ്ങൾ ഈ സംഘടനയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഈ സംഘടനയുടെ കീഴിൽ തന്നെ ഞങ്ങൾ കേരളമൊട്ടാകെ ഇവിടെ വിറപ്പിക്കുന്ന പ്രക്ഷോഭങ്ങൾ വേണ്ടി വന്നാലും നടത്തുമെന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അതിനുള്ള അംഗബലവും എല്ലാ ബലവും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങളെ സംഘടനക്കുണ്ട് എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഓർമ്മിച്ചോളണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേ സമയത്ത് ഞങ്ങൾ ആരെയും ഒന്നും പറയാനില്ല. പാർട്ടിയുടെ പ്രവർത്തകന്മാരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾ ഹയ്യാല സലാഹ് ഹയ്യാലൽ ഫലാഹ്, വലത്തോട്ടും ഇടത്തോട്ടും നോക്കി പ്രബോധനം നടത്തുന്നവരാണ് ഞങ്ങൾ. മുസ്ലിമീങ്ങൾ അവർ വലത്തോട്ട് നോക്കി ഹയ്യാല സലാഹ് എന്ന് 2 പ്രാവശ്യം പറഞ്ഞാൽ ഹയ്യാലൽ ഫലാഹ് എന്ന് ഇടത്തോട്ട് നോക്കിയും പറയും. ഞങ്ങൾ നിങ്ങളെ ഇടത്തോ വലത്തോ എന്നതല്ല ഞങ്ങളെ വിഷയം. ഞങ്ങളെ വിഷയം ഇസ്ലാം ഇവിടെ നിലനിൽക്കണം എന്നതാണ്. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് പാർട്ടിക്കാരാണെങ്കിലും ശരി, ഇത്തരം അക്രമങ്ങളെ മുഴുവൻ പാർട്ടികളും പ്രതിഷേധിക്കുകയും മുഴുവൻ പാർട്ടികളും അതിനെതിരെ സംസാരിക്കുകയും വേണം. ഇല്ലെങ്കിൽ മനസ്സാക്ഷിയുള്ള മനുഷ്യന്മാർ ആരാണോ ഇത്തരം അക്രമികൾക്ക് പിന്തുണ നൽകുന്നത് അവരുടെ പിന്നിലുണ്ടാവുകയില്ലെന്ന് മാത്രമല്ല മുന്നിലും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇവിടെ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുകയും നിഷ്പക്ഷമായി ഓരോ കാര്യങ്ങളെയും കണ്ടറിയുകയും വേണം. കണ്ടറിയാത്തവർ കൊണ്ടറിയേണ്ടി വരും എന്നത് ഓർമ്മപ്പെടുത്തുക മാത്രം ചെയ്യുകയാണ്. പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ അക്രമങ്ങളിലൂടെ നശിപ്പിച്ചു കളയാം എന്ന് ഇവിടെ ആരും ധരിക്കേണ്ടതില്ല. അക്രമങ്ങളും അനീതികളും കൊണ്ടിവിടെ ആരെയും തുരത്താനും സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് ഞാൻ മുസ്ലിം സമുദായത്തിനു വേണ്ടി പ്രത്യേകമായി ഇവിടെ ഓതി കേൾപ്പിക്കുകയാണ്. കാരണം കൊലക്കുറ്റം എന്ന് പറയുന്നത് അതൊരു ചെറിയ സംഗതിയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. മൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം. ഒരു മനുഷ്യനെ മനഃപൂർവ്വമായി ഒരു വിശ്വാസി കൊന്നുകളഞ്ഞാൽ, ഇപ്പോൾ ഞാനും മുസ്ലിമാണെന്ന് പറയുന്നവനല്ലേ കൊല ചെയ്യാൻ നടക്കുന്നത്? വേറെ ഏതെങ്കിലും അമുസ്ലിമീങ്ങൾ കൊന്നതല്ലല്ലോ നമ്മൾ ഇവിടെ കംപ്ലൈന്റ് പറയുന്നത്. വമൻ യഖ്തുൽ മുഅ്മിനൻ, വല്ലവനും കൊന്നുകളഞ്ഞാൽ, ഒരു മുഅ്മിനെ കൊന്നുകളഞ്ഞാൽ, മുതഅമ്മിദൻ മനഃപൂർവ്വം കൊന്നുകളഞ്ഞാൽ, ഫജസാഉഹു ജഹന്നം, അവന്റെ പ്രതിഫലം ജഹന്നമാകുന്ന നരകമാണ്. ഖാലിദൻ ഫീഹാ, ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നം. ഖാലിദൻ ഫീഹാ, അത് 100 കൊല്ലമല്ല, 1000 കൊല്ലമല്ല, 1 കോടി വർഷമല്ല, കോടി 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 കോടി, ഞാൻ മരിക്കുന്നത് വരെ കോടി എന്ന് ആവർത്തിച്ചു പറഞ്ഞാലും തീരാത്ത കാലം ജഹന്നമാകുന്ന നരകമാണ്. ഇങ്ങനെ കൊല്ലുന്നതിനൊരു കുഴപ്പവുമില്ലെന്ന വിശ്വാസത്തോടെയാണ് കൊല്ലുന്നതെങ്കിൽ ഒരു കാലത്തും അവൻ ജഹന്നമിൽ അവൻ കരകയറൂല. വഗദിബല്ലാഹു അലൈഹി, ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൊലക്കുറ്റം ചെയ്താലും അല്ലാഹ് പറയുന്നു ലോകസത്താവായ പടച്ചവന്റെ കോപം കൊലക്കുറ്റം ചെയ്തവനുണ്ട്. വലാനഹു, പടച്ചവന്റെ ശാപം അവനുണ്ട്. വഅദ്ദലഹു അദാബൻ അളീമാ, ഈ ഭൗതികമായ കോടതിയിൽ സ്വാധീനം മുഖേനയോ പണം മുഖേനയോ ഏതെങ്കിലും നിലയ്ക്ക് രക്ഷപ്പെട്ടാൽ തന്നെ അവന് ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ കൊലക്കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ നേതാക്കളുടെ പിന്നിൽ നിന്നിട്ട് നിങ്ങൾ ജഹന്നമിന്റെ വിറകാകരുതേ മുസ്ലിമീങ്ങളെ. ഞാൻ വിനയത്തോടെ സർവ്വ മുസ്ലിമീങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഓ സുഹൃത്തുക്കളെ, കൊന്നുകളഞ്ഞിട്ടൊരു പ്രസ്ഥാനത്തെ തകർക്കാമെന്നാർക്കും തോന്നേണ്ടതില്ല. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി അവിടുന്ന് സംസാരിച്ചപ്പോൾ ഒരക്രമവും നടത്തിയിട്ടില്ല. പക്ഷേ അന്ന് രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരുന്ന അന്നത്തെ ഭരണാധികാരി ഹജ്ജാജ് ഇബ്നു യൂസുഫ് അതാ സഈദ് ഇബ്നു ജുബൈറിനെ കൊന്നുകളയണമെന്ന് തീരുമാനിച്ച് അതേ ഹജ്ജാജിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി കുറെ ചോദ്യം ചോദിച്ചപ്പോ മുഴുവൻ ചോദ്യത്തിനും മറുപടി പറഞ്ഞപ്പോ ഹജ്ജാജ് ചോദിച്ചു, നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നു, ഏത് നിലക്കാ നിന്നെ കൊല്ലേണ്ടത്? ഹജ്ജാജിനോട് മറുപടി പറഞ്ഞു, നിനക്ക് എങ്ങനെയാണോ ആഖിറത്തിൽ നിനക്ക് ശിക്ഷ കിട്ടേണ്ടത് അതേപോലെ നീ എന്നെ കൊന്നോ. നിനക്ക് എങ്ങനെയാ ആഖിറത്തിൽ ശിക്ഷ കിട്ടേണ്ടത് ആ മാതിരി നീ എന്നെ കൊന്നോ. എന്നെ കൊല്ലുന്ന മാതിരി തന്നെ ആയിരിക്കും നിനക്ക് ശിക്ഷ കിട്ടുന്നത്. അപ്പൊ ചോദിച്ചു ഹജ്ജാജ്, നിനക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്യണോ? അപ്പൊ പറഞ്ഞു, വിട്ടുവീഴ്ച എന്റെ റബ്ബിൽ നിന്ന് ലഭിക്കണം. ഞാൻ സത്യം മൂടി വെച്ചിട്ടുള്ളൊരു വിട്ടുവീഴ്ചയും എനിക്ക് ആവശ്യമില്ല. അപ്പൊ കൊന്നുകളയൂ എന്ന് ഓർഡർ ചെയ്തു ഈ നേതാവ്. അങ്ങനെ കൊന്നുകളയാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഒന്നങ്ങ് ചിരിച്ചുപോയി. ചിരിച്ചപ്പോൾ മടക്കി വിളിച്ചിട്ട് ചോദിച്ചു, എന്തിന് ചിരിച്ചു സഈദേ? മഹാനവർകൾ പറഞ്ഞു, മിൻ ജുർഅതിക അലല്ലാഹ് വഹിൽമിഹി അൻകാ. പടച്ചവന്റെ വെള്ളവും കുടിച്ചവന്റെ ഭൂമിയിൽ ജീവിക്കുമ്പോ നിന്റെ ഈ ധിക്കാരവും ധൈര്യവും കണ്ടിട്ട് ഞാൻ ചിരിച്ചുപോയി. എന്നിട്ടും നിന്നെ ഭരണാധികാരിയാക്കി നിശ്ചയിച്ച റബ്ബിന്റെ സഹനം അതോർത്തിട്ട് ഞാൻ ചിരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് കൊണ്ടുപോയി കൊല്ലൂന്ന് ഓർഡർ ചെയ്തത്. മഹാനവറുകൾ അപ്പ ചൊല്ലിയതാണ്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ. എന്റെ ശരീരവും മുഖവും നിങ്ങൾ എന്നെ കൊല്ലുമ്പോൾ അല്ലാഹുവിലേക്ക് തിരിച്ചിരിക്കുന്നു. അപ്പോഴാ പറഞ്ഞത്, ഖിബ്ലക്ക് തിരിഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തെ വിടല്ല. ആ പണ്ഡിതൻ അപ്പോഴോതിയായതാണ്, ഫൈനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. എങ്ങോട്ട് നിങ്ങൾ എന്നെ പിടിച്ച് തിരിച്ചാലും അവിടെയെല്ലാം റബ്ബിന്റെ പൊരുത്തമുണ്ട്. അപ്പോഴാണ് ഹജ്ജാജ് പറഞ്ഞത്, അദ്ദേഹത്തെ കമീറ്റി തള്ളിയിടൂ, നിലത്ത് തള്ളിയിട്ട് കൊല്ലൂ എന്ന് പറയുമ്പോ സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ ഓതി, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. നിങ്ങൾ എന്നെ ഭൂമിയിലാണോ തള്ളിയിടുന്നത്, ആ ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്നും ആ ഭൂമിയിലേക്ക് നിങ്ങളെ മടക്കുമെന്നും അവിടുന്ന് പുറത്തു കൊണ്ടുവരുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പ പറഞ്ഞു, അറക്കൂ അവനെ എന്ന് പറഞ്ഞപ്പോൾ അമ്മ അന ഫഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞിട്ട് സഈദ് ഇബ്നു ജുബൈർ പറഞ്ഞു, ഖുദ്ഹാ ബിന്നി യാ ഹജ്ജാജ്. ഹജ്ജാജെ പിടിച്ചോ, നമുക്ക് ഖിയാമത്ത് നാളിൽ കാണാം. അല്ലാഹുമ്മ ലാ തുസല്ലിതുഹു അലാ അഹദിൻ യഖ്തുലുഹു ബഅദി. എന്റെ ശേഷം മറ്റൊരാളെ കൊല്ലാനുള്ള ഓർഡർ ചെയ്യാൻ ഇനി ഇവന് നീ അധികാരം കൊടുക്കരുതേ അല്ലാഹ്. ഒരൊറ്റ ദുആ. ആ ദുആ കഴിഞ്ഞു. വഫാത്തായി 2 ആഴ്ച കഴിയുന്നതിനിടയ്ക്ക് ഹജ്ജാജിന് രോഗം വന്നു. ആ രോഗത്തിൽ ഇവൻ ഇങ്ങനെ ഉറക്ക വിളിച്ചു പറയുന്നു, ഹാദാ സഈദ് ഇബ്നു ജുബൈർ ആഖിദുൻ ബിഖനാഖി. എനിക്ക് സഹിക്കുന്നില്ല, എനിക്ക് ക്ഷമിക്കുന്നില്ല, എന്റെ തൊണ്ട പിടിച്ച് ഞെക്കുന്നു സഈദ് ഇബ്നു ജുബൈർ, എന്നെ പിടിച്ച് ഞെരിക്കുന്നു സഈദ് ഇബ്നു ജുബൈർ. എനിക്ക് ജീവിക്കാനും മരിക്കാനും കഴിയുന്നില്ല മക്കളെ, സഈദ് ഇബ്നു ജുബൈർ വരുന്നു എന്ന് പറഞ്ഞ് അട്ടഹസിച്ച് മരിച്ചില്ലേ ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അതുകൊണ്ട് ആലോചിച്ചോളണം, കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാലോചിച്ചോളണം. ഇതാ നിരപരാധികളെ കൊന്നിട്ട് ഇവിടെ സ്ഥാനമാനം ലഭിക്കുമെന്നാരും കരുതേണ്ടതില്ല, കൊതിക്ക
ചോദിക്കേണ്ടതില്ല. അവരെല്ലാം ആലോചിച്ചോളണം. പടച്ച റബ്ബറിയാത്ത രഹസ്യമില്ല, പരസ്യമില്ല, അവനല്ലാതെ അധികാരമില്ല. അതുറച്ച് വിശ്വസിക്കുന്ന ഞങ്ങളെ അക്രമത്തിലൂടെ, അതേ ആരോപണത്തിലൂടെ, അല്ലെങ്കിൽ ആരോ ഒഴിവാക്കിയ പണമാർക്കെങ്കിലും കൊടുത്തിട്ട് അവരെ കൈവശത്തിൽ പിടിച്ചിട്ട് പണത്തിലൂടെ അങ്ങനെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാമെന്നാരെങ്കിലും കരുതിയെങ്കിൽ അവരെല്ലാം വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഒരു 20 കൊല്ലം മുമ്പ് മഹാനായ മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദിനെ തിരിച്ചും മറിച്ചും കുത്തിയതും, അതേ കുണ്ടൂരിലെ കുഞ്ഞുവിനെ കൊന്നതും, അതുപോലെ അബ്ദുൽ ഖാദറിനെ കൊന്നതുമൊക്കെ ഓർമ്മയില്ലേ? എന്നിട്ട് ഈ 20 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ടോ? ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവര് ശുഹദാക്കളായി. പക്ഷേ ഞങ്ങളെ പ്രസ്ഥാനം ഇവിടെ ശക്തിയായി പടർന്ന് പന്തലിച്ചിട്ടില്ലേ? അന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ച നേതാക്കന്മാർ ഇന്നും ജീവനോടെ തന്നെ ഈ പ്രസ്ഥാനം നിലനിർത്താനുണ്ട്. അതിന്റെ ശേഷം വന്ന ഏതെങ്കിലും കക്ഷികള് ആരെങ്കിലും പണം കൊടുത്ത് വാങ്ങാമെന്ന് മനസ്സിലാക്കിയെങ്കിൽ അന്ന് നിലനിർത്തിയവരൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാത്രം ഈ സമയത്തുണർത്തി ഈ പ്രസ്ഥാനത്തെ തകർക്കാമെന്നാരും കരുതേണ്ടതില്ലെന്ന് ഞാൻ ഈ സമയത്തുണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട ആദരണീയരായ ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു, ഞങ്ങൾ ഒരുപാട് സാധുക്കളെ സഹായിക്കുന്നവരാണ്, രാജ്യത്ത് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നവരാണ്, ജനങ്ങളെ സംസ്കരിക്കുന്നവരാണ്. ഞങ്ങളെയൊക്കെ നിങ്ങൾ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലേക്ക്, SP ഓഫീസിലേക്ക്, DIG ഓഫീസിലേക്ക്, അതുപോലെ DGP ഓഫീസിലേക്ക്, സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്യുന്ന ഒരു കൂട്ടരാക്കാതെ നിങ്ങൾ ഇവിടെ നടന്ന കൊലയെ സംബന്ധിച്ച് നിങ്ങൾ വളരെ നിഷ്പക്ഷമായി അന്വേഷണം നടത്തി അതിന്റെ കുറ്റക്കാരെ രംഗത്ത് കൊണ്ടുവന്ന് ഈ രാജ്യത്തെ നിയമപാലകന്മാരും കോടതിയുമൊക്കെ എന്നും സത്യത്തിന്റെയും നീതിയുടെയും സമാധാനത്തിന്റെയും പക്ഷത്തുണ്ടെന്ന് തെളിയിക്കണമെന്ന് ഉദ്യോഗസ്ഥന്മാരോട് ആദരപൂർവ്വം ഞങ്ങളെ സംഘടനയ്ക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അവരങ്ങനെ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, നീ സത്യം അറിയുന്നവനാണ്, നീ സത്യം അറിയുന്നവനാണ്, നീ എല്ലാറ്റിലും അധികാരമുള്ളവനാണ്. ഞങ്ങൾ ഒരിക്കലും അക്രമത്തിന്റെ വഴിയിലല്ലെന്ന് നിനക്കറിയാം. ഞങ്ങളെ നശിപ്പിക്കാൻ ഒരുങ്ങിയവരുടെ എല്ലാ ശക്തികളും നീ നശിപ്പിക്കണേ അല്ലാ. ഇവിടെ അക്രമത്തിന് കൂട്ടുനിൽക്കുന്നവരുടെ എല്ലാ അധികാരങ്ങളും നീ തന്നെ നശിപ്പിക്കണേ അല്ലാ. ഈ അക്രമത്തെ ആരപലപിക്കുന്നുണ്ടോ, അതിനാര് നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ സഹായിക്കണേ അല്ലാ.